മറയൂർ ശർക്കര കേരള ട്രിപ്പിൽ നമ്മൾ ഓരോ ജില്ലയിലും ഓരോ പ്രത്യേകതകൾ നമ്മൾ കണ്ടുവരികയാണ്. ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിലാണുള്ളത്. ഇത് ആ ഒരു സ്റ്റീൽ കമ്പി ഉണ്ടല്ലോ, അത് മാറ്റുമ്പോൾ ഇത് അടുത്ത സെക്ഷനിലേക്ക് പോകും. അപ്പോൾ ഇതിലോട്ട് മാറ്റും. വെളുത്തുള്ളി, അതുപോലെ മല്ലി, ഉരുളക്കിഴങ്ങ്, ഇത് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളിയുടെ ഇലയാണിത്. ഇത് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഓരോ കടകളിൽ കെട്ടി വെളുത്തുള്ളി കെട്ടി ഇങ്ങനെ വെച്ചിട്ടുള്ളത് നമ്മൾ അവിടുത്തെ പോലെ അല്ല, കെട്ടി ഓരോ കിഴിയായിട്ട് കടകളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 10ാം ദിവസമാണ്. 10ാം ദിവസം നമ്മൾ എവിടെയാണുള്ളത്? മൂന്നാറിലെ ബസ്സിനകത്താണ്. നമ്മൾ എന്നും PWD റെസ്റ്റ് ഹൗസിലായിരുന്നു നമ്മൾ എഴിക്കണത്. പക്ഷേ ഇന്നലെ നമ്മൾ വെറൈറ്റി ആക്കിയിട്ടുണ്ട്. നമ്മൾ മൂന്നാർ KSRTC സ്റ്റാൻഡിൽ ഇതുപോലെ നമുക്ക് റൂം കിട്ടും. അതായത് ബസ്സിനകത്ത് തന്നെ നമുക്ക് സ്ലീപ്പർ ബസ്സാണെന്ന് പറയണത്. അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചത് അത് തന്നെയാണ്. നമ്മൾ ഇന്നലെ ഈ ബസ്സിനകത്താണ് നമ്മൾ കിടന്നുറങ്ങിയത്. രാവിലെ നല്ല തണുപ്പുണ്ട്, മഞ്ഞുണ്ടല്ലേ? മഞ്ഞുണ്ട്. അപ്പോൾ മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ 7:30 നമ്മൾ രാവിലെ ഇന്ന് തിരിക്കുകയാണ്. ഇന്ന് മൂന്നാർ 2 റൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഇന്ന് വൈകുന്നേരം എറണാകുളം കോതമംഗലം എറണാകുളം നമ്മൾ പോകും. എന്തായിരുന്നാലും മൂന്നാർ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ എന്തായിരുന്നാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ നമ്മൾ ബസ്സിൽ. ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കും. മൂന്നാറിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്, സ്ഥിരം കാണുന്നതല്ല. അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നലത്തെ സ്റ്റേ അടിപൊളിയായി, ഒരു വെറൈറ്റി ആയി. PWD പോകുന്നതിനെക്കാട്ടി ചിലപ്പോൾ എമൗണ്ട് കൂടുതലാണ് ഇവിടെ, എങ്കിലും നമ്മളൊരു വ്യത്യസ്ത ഡിഫറെന്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാണ്. നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ബസ് വിട്ട് ഇറങ്ങുകയാണ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തത് ഇതുപോലുള്ള ബസ്സിൽ നിന്നാണ്. നമുക്ക് ഈ സ്റ്റാൻഡിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബസ് നമുക്ക് സ്റ്റേ ആയിട്ട് കിട്ടും. അത് നമുക്ക് ഒരു റൂം പോലെ, ഒരു ക്യാബിൻ മൊത്തമായിട്ട് നമുക്ക് വേണമെങ്കിലും റെൻറ്റിന് കിട്ടും. നമ്മൾ എടുത്തത് ഓരോ ബെഡായിട്ടാണ് എടുത്തത്. ഇത് അല്ലാണ്ട് റൂം വൈസ് ആയിട്ട് നമുക്ക് റെൻറ്റിന് കിട്ടുന്നതാണ് കേട്ടോ. യാത്ര പറയാൻ വേണ്ടി അവിടെ കണ്ടില്ല. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇനി സാധനങ്ങളൊന്ന് കയറ്റുക, പിന്നെ ഇടയ്ക്കൊന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങാം, പിന്നെ അങ്ങോട്ട് പോവാം. അപ്പോൾ രാവിലെ നമ്മൾ കാന്തല്ലൂർ റൂട്ടാണ് പോകുന്നത്. ഇവിടുന്ന് 51 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മൾ മൂന്നാർ വന്നു, സ്റ്റേ കഴിഞ്ഞു, നമ്മൾ രാവിലെ ഇറങ്ങി. ഇനി കാന്തല്ലൂർ റൂട്ടിൽ പോയി അവിടെ കുറച്ച് പച്ചക്കറി തോട്ടങ്ങളൊക്കെ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടുവരും. അതിനുശേഷം നമ്മൾ വട്ടവട റൂട്ടും കൂടെ, അതും ഇതുപോലെ തന്നെ ദൂരമുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വൈകുന്നേരം ഇവിടുന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദൂരമുണ്ട്, ഓട്ടമുണ്ട്, ഇതിനിടയ്ക്ക് കാണാൻ സ്ഥലങ്ങളുണ്ട്. എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഇടയ്ക്ക് നമുക്ക് ഫുഡ് വയ്ക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്ന കാന്തല്ലൂർ റൂട്ട് 51 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇറങ്ങാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് മൂന്നാർ ടൗൺ ആണ്. ഇവിടെ ഒരുപാട് പേര് കൈ കാണിക്കുന്നുണ്ട്. അത് ഫ്രഷപ്പിനൊക്കെ വേണ്ടിയിട്ടാണ്. ഒരുപാട് റൂംസ് ഉണ്ട്. നമുക്കറിയാം ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് റെൻറ്റിനായിട്ട് റൂംസ് ഒരുപാടുണ്ട്. അല്ലെങ്കിൽ തന്നെ രാവിലെ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുപാട് ഉണ്ട്. പിന്നെ നമ്മൾ കെട്ടിടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി പോലെ നമുക്ക് തോന്നും. രാവിലെ സമയമാണ്, ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ്. ടൗൺ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. ഇവിടെ തന്നെ പെട്രോൾ പമ്പുണ്ട്. അതുപോലെ തന്നെ ടീ ഫാക്ടറികൾ, നമുക്ക് ചോക്ലേറ്റ് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കടകളുണ്ട്. അതുപോലെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കടകളുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ടൗണാണ് ഈ മൂന്നാർ ടൗൺ എന്ന് പറയുന്നത്. പൊതുവേ നമ്മുടെ ഈ പ്രദേശങ്ങളിലും പുഴയെ ആറെന്നൊക്കെ പറയാറുണ്ടല്ലേ, അതുപോലെ തന്നെയാണ് മൂന്നാർ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടളി നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം. അതിന് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. 1816, 1817 ബെഞ്ചമിൻ സ്വൈൻ വാർഡാണ് ഈ ഭൂപ്രദേശത്തെക്കുറിച്ച് ആദ്യത്തെ സർവേ നടത്തിയത്. അദ്ദേഹം പെരിയാറിനെ തുടർന്ന് പശ്ചിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും 3 നദികളുടെ സംഗമസ്ഥാനത്ത് ഒരു ക്യാമ്പ് സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് മൂന്നാറിന് ഈ പേര് ലഭിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് കേട്ടോ.
നമ്മൾ കാന്തല്ലൂർ പോണ സൈഡിലാണ്. കുറച്ച് ദൂരം അകത്തോട്ട് വന്നേ ഉള്ളൂ. തേയിലപ്പാടങ്ങളുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. കൈ കാണാം, പക്ഷെ അവിടെ കാട്ടുപോത്തുണ്ട്. കാട്ടുപോത്ത്. പിന്നെ അവിടെ 2 സിംഹവാലൻ കുരങ്ങനാ, കറുത്ത കുരങ്ങ്. നമ്മുടെ KSRTC ബസ് ഇതാ പോണ് ആലുവ. ഇങ്ങനെയാണ് നമ്മൾ കാട്ടുപോത്തിന് അവിടെ നിന്ന് മേഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൽ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ളൊരു തേയിലപ്പാടം, മുഴുവൻ തേയിലപ്പാടം. പിന്നെ അങ്ങ് ഇങ്ങോട്ട് നല്ല ചെറിയ വാട്ടർഫോളുകൾ ഉണ്ട്. നല്ല രസമാണ്. കോടമഞ്ഞ് വരുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. എന്തായിരുന്നാലും കാന്തല്ലൂരാണ് പോകുന്നത്. പോയി നമുക്ക് നോക്കാം. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴി വളരെ മനോഹരമാണ്. 2 സൈഡും തേയിലത്തോട്ടങ്ങൾ. പോകുന്നത് ദൃശ്യഭംഗി നിറഞ്ഞ കാഴ്ചകൾ നൽകുന്ന വഴിയിലൂടെയാണ്. പോകുന്ന വഴിയിൽ കുരങ്ങനെയും അതുപോലെ തന്നെ കേഴമാനെയൊക്കെ കാണാനുള്ള അവസരങ്ങൾ കിട്ടിയാലായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്. നമുക്ക് ഈ റോഡ് നേരെ പോയതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് ഇരവികുളത്ത് ഇറങ്ങാം. നേരെ പോകട്ടോ. പോകും വഴി ഇടയ്ക്ക് നമ്മളൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങി. അതും ലക്കം വാട്ടർഫോളിൻ്റെ അടുത്താണ്. അവിടെ നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല. എന്തായാലും തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഇറങ്ങാം. പോകും വഴി ഇതുപോലുള്ള കടകളുണ്ട് കേട്ടോ. ഒരുപാട് കടകൾ റോഡ് സൈഡിൽ നമുക്ക് ചെറിയ കടകൾ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യമുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇവിടെ ചോളം അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിലില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അത്യാവശ്യം നമ്മളിത്തിപ്പുറം വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് വരുന്നത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ തന്നെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതിന് തൊട്ട് മുന്നായിട്ട് നമ്മളെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ കാട്ടുപോത്ത് കണ്ട് കയറി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ക്യാമറ ഓണല്ലായിരുന്നു. 2 കേഴമാന് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ചാടിപ്പോയി. അത് ക്യാമറ ഓണായിരുന്നെങ്കിൽ കിട്ടിയാനായിരുന്നു. പക്ഷേ നമുക്ക് ഇത്ര ലോങ് റെക്കോർഡ് ഇടാൻ പറ്റില്ല. എന്താണ് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കില്ല. ഒരു പവർ ബാങ്ക് കൂടെ ഉള്ളൂ കയ്യിൽ. അപ്പോൾ അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിപ്പോയി. അത് സംഭവം റെക്കോർഡായിരുന്നെങ്കിൽ 2 എണ്ണം നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ചാടിപ്പോയത്. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അന്നേരം കാണാൻ പറ്റും നമുക്ക്. കാന്തല്ലൂരിലേക്ക് പോകുമ്പോൾ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ചന്ദന മരങ്ങളാണ്. മറയൂർ നിൽക്കുന്ന ചന്ദന മരങ്ങൾ ഒരു വേറിട്ടൊരു കാഴ്ച സമ്മാനിക്കുകയാണ്. മറയൂർ എന്നാൽ മറഞ്ഞിരിക്കുന്ന ഊർ എന്നാണ് അർത്ഥം. മറവരുടെ ഊര് ആണ് മറയൂർ ആയി മാറിയത് എന്നാണ് കൂടുതൽ ശരി എന്നാണ് പണ്ഡിതമത. ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ സേനയിലെ മറവർ എന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ കാടുകളിൽ മറഞ്ഞിരിക്കുകയും വഴിയാത്രക്കാരെ കൊള്ളയടിക്കുകയും ചെയ്യുമായിരുന്നത്രേ. അതിനാൽ അവരുടെ ഊര് അല്ലെങ്കിൽ അവർ മറഞ്ഞിരിക്കുന്ന ഊര് എന്ന അർത്ഥത്തിലാവാം മറയൂര് എന്ന് പേരുണ്ടായത് എന്നാണ് വ്യാഖ്യാനം. മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടമാണ് മറയൂർ. മലയുടെ ഊര് എന്ന പ്രയോഗം കാലക്രമേണ മറയൂർ എന്നും മറഞ്ഞു കിടക്കുന്ന ഊര് എന്ന അർത്ഥത്തിൽ മറയൂർ എന്ന സ്ഥലനാമം ഉണ്ടായും എന്ന് പറയാറുണ്ട്. വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെയും എത്തി എന്ന ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. പാണ്ഡവർ മറഞ്ഞിരിക്കുന്ന ഊർ എന്ന അർത്ഥവും പറയാനാകും.
കാന്തല്ലൂർ പോകുന്ന വഴിക്കാണ് ശർക്കര ഉണ്ടാക്കുന്ന മറയൂർ ശർക്കര ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചന്ദന മരങ്ങളുടെ നമ്മൾ ഈ കാന്തല്ലൂർ റൂട്ടിൽ പോകുമ്പോൾ ഒരുപാട് കിലോമീറ്റർ ഈ ചന്ദന മരങ്ങൾ നട്ടിട്ടേക്കുന്ന കാണാം. അത് മെയിൻ റോഡും ഉണ്ട്. ഇതിപ്പോൾ അകത്ത് നമ്മൾ കയറി ഈ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്. ഇതിൻ്റെയും 2 സൈഡും ഒരുപാട് ചന്ദന മരങ്ങൾ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ ഈ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ശർക്കര ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കാണിക്കും. എന്തായാലും നമുക്ക് അവിടെ സന്ദർശിക്കാൻ പറ്റും എന്നുള്ളത് ബോർഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആൾക്കാർക്ക് കയറി കാണാൻ പറ്റുന്ന രീതിയിലാണ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടെ നോക്കാം എന്താണ് സംഭവം എന്ന്. കാണാൻ പറ്റുകയാണെങ്കിൽ ക്യാമറ അലൗഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. മറയൂർ ശർക്കര ഫാക്ടറിയിലേക്കാണ് പോകണം. ഇവിടെ ആൾക്ക് കയറി കാണാൻ പറ്റും. ഇതൊക്കെയല്ലേ കാണേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ 50 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. നമ്മൾ എന്തായാലും അകത്തോട്ട് പോയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പരിപാടികളെന്ന് നോക്കാം. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കാണാൻ പറ്റും. ഒരുപാട് കുടിൽ വ്യവസായമുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുന്നേ വേറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇവിടെ ആദ്യമാണ്. അതുകൊണ്ട് അകത്തോട്ട് പോയാലേ അതിൻ്റെ വിവരങ്ങൾ പറയാൻ പറ്റുള്ളൂ. അകത്തോട്ട് പോയി നോക്കാം. പിന്നെ എവിടെ പോകുന്നു ശർക്കര? അപ്പോൾ നമ്മൾ മറയൂർ ശർക്കരയുടെ ഫാക്ടറിയിലേക്ക് പോവാണ്. ടിക്കറ്റ് എടുത്ത് നമുക്ക് പോവാം. നമ്മൾ ഫാക്ടറിക്ക് അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ വരുമ്പോൾ തന്നെ കുറേ കരിമ്പിൻ്റെ ചണ്ടി ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പുറത്ത് കരിമ്പുണ്ട്. ഇനി ഫാക്ടറിക്ക് അകവശത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് പറഞ്ഞുതരും. ഗൈഡായിട്ട് ഒരാൾ കൂടെ ഉണ്ട്. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇത് ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇത് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കരിമ്പ് ഇതിൻ്റെ അകത്താണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ജ്യൂസ് വരുന്ന ഈ ഭാഗത്തേക്കും അതിൻ്റെ വേസ്റ്റ് വരുന്ന ഇതിലോട്ടുമാണ്. ഇത് പഴയ മോഡൽ മെഷീനാണ്. ഇത് ബെൽറ്റിട്ട് ആദ്യം കൈ കൊണ്ട് വേണം അത് കറക്കി കൊടുക്കാനായിട്ട്. രണ്ട് തരത്തിലുള്ള മെഷീനാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇത് ഓട്ടോമാറ്റിക്കും ഇതിലെന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. ഇത് ഓട്ടോമാറ്റിക്കും ഇത് മാനുവലായിട്ട് ചെയ്യുന്നത്. നമുക്ക് അറിയാം, മറ്റേ നമ്മുടെ ജ്യൂസ് അടിക്കുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഓരോന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കരിമ്പ് ഇട്ട് ജ്യൂസ് എടുക്കുന്ന സംഭവമാണിത്. ഇവിടെ കരിമ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഡെമോ കണ്ടാൽ മാത്രമേ ഒറിജിനൽ മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഡെമോ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പിൻ്റെ മോഡലാണത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടാണ് പാത്രം വരുന്നത്. പിന്നെ നടുക്കൊരു ഹോളുണ്ട്, അതിൻ്റെ എയർ പുറത്തോട്ട് പോകാനുള്ളതാണ്. പിന്നെ ഈ അടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം ചൂടാക്കില്ല, പാത്രത്തിൻ്റെ അടിവശം മാത്രം ചൂടാവും. പിന്നെ ജ്യൂസ് തിളപ്പിക്കുമ്പം അതിൻ്റെ വേസ്റ്റ് മുകളിലോട്ട് അടിക്കും. വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പിൻ്റെ മുകളിൽ പൊടിയായിരിക്കും. അത് ജ്യൂസോട് കൂടി മിക്സായി അടിയിൽ തങ്ങി കിടക്കുന്ന പൊടി ചൂടാക്കിയാൽ മാത്രമേ മുകളിലോട്ട് കൊണ്ടുവരൂ. അപ്പോൾ അത് അരിച്ച് വേസ്റ്റ് പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് ടാങ്കിലോട്ട് വന്ന് അവിടെ നമ്മളത് കമ്പോസ്റ്റ് ചെയ്ത് കരിമ്പിന് വളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കരിമ്പിൻ്റെ ഓല ചണ്ടി ഇതെല്ലാം കൂടി തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കും. തീ കത്തിച്ചതിന് ശേഷം അതിൻ്റെ ചാര വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും കരിമ്പിന് വളമായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ വേസ്റ്റ് ഇല്ല. പിന്നെ ജ്യൂസ് തിളച്ചതിന് ശേഷം പാലുണ്ട്. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ജ്യൂസ് ഈ പാത്രത്തിലോട്ട് വരും. ഇവിടെ വറ്റിച്ച് ശർക്കര ആയി കഴിയുമ്പോൾ ഈ വഞ്ചിക്കകത്ത് ഒഴിച്ചാണ് ഉണ്ട പിടിച്ചെടുക്കുന്നത്. ഈ അടുപ്പിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കരിമ്പിൻ നീര് വറ്റിച്ച് ശർക്കരയാക്കുന്നതിന് വളരെ കുറച്ച് കരിമ്പിൻ ചണ്ടി മാത്രം തീ കത്തിക്കുകയും പ്രകൃതി പരവും പരമ്പരാഗതവും ശാസ്ത്രീയവുമായുള്ള രീതിയിൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ കൂടി ചേർന്ന് അതിഭയങ്കര ചൂട് ഉണ്ടാക്കുന്നതിലുള്ള എയർ അടുപ്പാണിത്. അതുപോലെ തന്നെ ഇത് അവർ യൂസ് ചെയ്യുന്ന ഒരു തടിയിലുള്ള കാട്ടുമാവിൽ തടിയിൽ തീർത്ത ഒരു ശർക്കര തോണിയാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഇത് അവർ അതിൻ്റെ ചണ്ടി ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇത് നമുക്ക് അവിടെ നിന്ന് വരുന്ന പച്ച ചണ്ടി ഉണങ്ങിയിട്ട് വരുന്നതാണിത്. ഇനി ആ മെഷീനിലോട്ട് വന്ന് പൊടിച്ചിട്ടാണ് നടുക്കിലോട്ട് പോകുന്നത് തീ കത്തിക്കാനായിട്ട്. ഈ ടാങ്കിലോട്ടാണ് ആദ്യം വരുന്നത്. ഇവിടെ നമുക്ക് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ജ്യൂസ് ഈ വാൽവ് തിരിക്കും ഈ പാത്രത്തിലോട്ടാണ് ആദ്യം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ഫസ്റ്റ് കളക്ട് ആവും. അത് ഈ ഒരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്യും. അതിനുശേഷം ഈ മുകളിൽ അടിഞ്ഞിട്ടിരിക്കുന്ന വേസ്റ്റ് അവർ ആ അരിപ്പ കൊണ്ട് മാറ്റും. അപ്പോൾ ഇതിൽ ചൂടുണ്ട്. ഈ ഒരു ശർക്കര ഈ കളക്ട് ചെയ്തിരിക്കുന്ന ഇവിടെയും ചൂടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ അടുപ്പിൽ നിന്ന് ഇവിടെയും ചൂട് വരുന്നുണ്ട്. ഇത് കളക്ട് ചെയ്തതിന് ശേഷം ഇപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ ഇട്ടത് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറാണ് ഇത് തിളയ്ക്കുന്നത്. അപ്പോൾ ഇത്
ആ ഒരു സ്റ്റീൽ കമ്പി ഉണ്ടല്ലോ അത് മാറ്റുമ്പോൾ ഇത് അടുത്ത സെക്ഷനിലേക്ക് പോകും. അപ്പോൾ ഇതിനെ ഇതിലോട്ട് മാറ്റും. അങ്ങനെ 2 മണിക്കൂർ വറ്റിച്ചാണ് ഇത് ശർക്കര ഉണ്ടാക്കുന്നത്. ബാക്കി പ്രോസസ്സൊക്കെ അപ്പുറത്താണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് അവിടെ നിന്ന് ഇവിടെ കളക്ട് ആവുന്നു, അതിവിടെ ഫസ്റ്റ് കളക്ട് ആവുന്നു, ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നു, അതിനെ ഇപ്പുറത്ത് ഇവിടെ ഒരു വാൽവുണ്ട്, വാൽവ് ഉപയോഗിച്ച് അത് ഇപ്പുറത്തെ പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഇതിലോട്ട് കളക്ട് ആക്കുന്നു. ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് 2 മണിക്കൂർ കുറേ നേരം ഈ ചൂട് കൊടുത്ത് കട്ടിയാക്കിയതിന് ശേഷം അത് അവിടെ നിന്ന് അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നു. ഇത് നേരത്തെ കണ്ട നമ്മളെ ചണ്ടിയാണ്. ഇത് നേരെ അടുപ്പിലേക്കാണ് പോകുന്നത്. ഇതുവഴി ഡ്രൈ ആവുന്ന ഈ കരിമ്പിൻ ചണ്ടി നേരെ അടുപ്പിലേക്കാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ചണ്ടി ഉപയോഗിച്ചാണ് നമ്മൾ തീ കത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈ ആയിട്ട് വരുന്ന ചണ്ടി ഈ ഒരു സെക്ഷനിലേക്ക് പോകുന്നു. ഇത് നേരെ അടുപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഇവർക്ക് അടുപ്പ് ചൂട് കുറവാണെങ്കിൽ ഈ കാണുന്ന ഡോർ വഴി ഇവർ ഇതിൻ്റെ കരിമ്പിൻ്റെ തന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഇട്ട് ആ ചൂട് അഡ്ജസ്റ്റ് ചെയ്യും. ഈ പാത്രത്തിൽ ചൂടില്ല. നമുക്ക് ഇത്ര ഇതായിട്ട് കത്തുകയാണെങ്കിൽ നമുക്ക് തൊടാനുള്ള ഓപ്ഷനുണ്ട്. അത് ചൂടില്ല. ഇത് ഈ അടുപ്പിൻ്റെ അടിയിൽ തന്നെ ഒരു സംഭവം, ഒരു വെളിയിലോട്ടൊരു എയർ ഹോൾ പോലെ ഒരു സംഭവം ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിൽ ചൂടില്ല എന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് അതുവരെയുള്ള സെക്ഷനാണ്. ആ ഒരു സ്റ്റീലിലുള്ള കമ്പി ഉയർത്തുമ്പോൾ അവിടെ നിന്ന് ഇത് അങ്ങോട്ട് നീക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് കളക്ട് ആവുന്നു. അതിനുശേഷം ഇതൊരു 3/4 മണിക്കൂറോളം ആ ഒരു ലിക്വിഡ് ഫോമിലുള്ളത് ഇളക്കുന്നു. അതിന് ശേഷമാണ് ഇതുപോലെ ഇങ്ങനെ ശർക്കര രൂപത്തിലേക്ക് ഒരു ബോൾ പോലെ 45 ഡിഗ്രി ചൂടോടുകൂടി ഒരു ബോൾ പിടിച്ച് എടുക്കുന്നത്. പിന്നെ അത് ഒരു 2.5 മണിക്കൂറോളം ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാണ് കട്ടിയായിട്ടാണ് പനയോല വെച്ചിട്ട് ഇവർ പാക്ക് ചെയ്യുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, ഇവിടെ ഒരു പൊടികളോ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒന്നും ചേർക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നിയേട്ടാ. ഇനി ഇനി ഇവരുടെ കരിമ്പ് കൃഷിയാണുള്ളത്, അതുകൂടെ കാണാം. ഇതിന് പുറകിലായിട്ട് നട്ടിരിക്കുന്നത് ഇത് മാത്രമായിരിക്കില്ല. എന്തായിരുന്നാലും ഇത്രയും പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇത്രയൊന്നും ആയിരിക്കില്ല. ഒരുപാട് പാടങ്ങൾ കാണും. അവിടെ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് തന്നെ കരിമ്പിൻ്റെ ജ്യൂസ് മാത്രം എടുത്താണ് ഇവിടെ ശർക്കര ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളതിൽ ഇവരെന്തോ പൊടിയോ കളറോ ഒക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് പലയിടത്തും ഉണ്ടാക്കുമ്പോൾ. ഇവിടെ കണ്ടത് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് കണ്ടു. അതിൽ പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നവർ കണ്ടില്ല. എല്ലാം നാച്ചുറലായിട്ട് കരിമ്പിൻ്റെ സാധനം മാത്രം, അതിൻ്റെ ജ്യൂസ് മാത്രം ഉപയോഗിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു ശർക്കര, മറയൂർ ശർക്കര ഫാക്ടറി, അതാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് പോലത്തെ അല്ല, നമ്മുടെ ഈ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കരിമ്പിൻ്റെ പാടമാണ്. കഴിക്കുന്ന കരിമ്പായിട്ട് എനിക്ക് തോന്നുന്ന വ്യത്യാസമുണ്ട്, സൈസിലും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് അവരുടെ കരിമ്പൊക്കെ എടുത്തിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് അവർക്ക് കൃഷി കാണണം, അത്രയ്ക്ക് പ്രൊഡക്ഷൻ നടക്കില്ല. അപ്പോൾ ഇത് കരിമ്പിൻ പാടമാണ്. എന്തായിരുന്നാലും നല്ലൊരു വെറൈറ്റി കാഴ്ചയായിട്ടുണ്ട് നമ്മുടെ എപ്പിസോഡിൽ. നീറ്റായിട്ട് നമുക്കത് കാണിച്ചു തരാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ചിലയിടത്ത് പോകുന്നിടത്ത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ അവരാദ്യം പറഞ്ഞു തരണം, അങ്ങനെ പോകും. അപ്പോൾ ചില കാര്യങ്ങൾ മിസ്സാവും. ഇപ്പോൾ എന്തായിരുന്നാലും അവർ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞതുകൊണ്ട് എന്തായിരുന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, നമുക്ക് ഇനി ഇവരുടെ തന്നെ ഔട്ട്ലെറ്റ് ഉണ്ട്, നമുക്ക് അതുകൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. കരിമ്പ് കണ്ടാ? ഡേയ്, കരിമ്പ് കണ്ടാ? പോവാ. ഇത് ഏലക്ക, ചുക്ക്, ജീരകം ചേർത്ത് ഉണ്ടാക്കുന്ന, ഇത് പായസം, ചുക്കാപ്പി, അവിൽ വിളയിക്കാനൊക്കെ ഉപയോഗിക്കുന്ന, അടയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. ഇത് 200. പിന്നെ ഇത് ശർക്കര പൊടിയാണ്. ഇത് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് 1 കിലോ 90 ഇതിന്. ഇത് കൊണ്ടുവന്ന ഇത് സാമ്പിൾ 90 കിലോ. മുന്നേ നിനക്ക് വലിയ പീസ് കിട്ടിയേ, നിനക്ക് വലിയ പീസ്. മറയൂർ ശർക്കര ഫാക്ടറി കയറി കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇനി അടുത്ത് നമ്മൾ കാന്തല്ലൂർ സൈഡിലാണ് പോണത്. അപ്പോൾ അങ്ങോട്ട് പോയി കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങോട്ട് പോണത്. കുറച്ച് ദൂരമുണ്ട്, ഓടിയെത്തണം. എന്നാലും നമുക്ക് ഇന്ന് ഫുള്ള് മൂന്നാർ കറങ്ങാൻ പറ്റുള്ളൂ. ഇവിടുന്ന് തിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കണം. കാര്യം ഡീറ്റെയിൽഡായിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, വരുമ്പോൾ ഇവിടെ ഇറങ്ങി കാണാൻ ശ്രമിക്കുക. 25 രൂപ ഉള്ളൂ ടിക്കറ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാന്തല്ലൂർ ടൗൺ ആണ് കേട്ടോ. ഇവിടെ ഒട്ടനവധി പച്ചക്കറികളും അതുപോലെ തന്നെ ഫലങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ പോകുന്ന വഴിയിലാണ് മുനിയറ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട
ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരുപാട് ഫാക്ടറികൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ആപ്പിൾ, പ്ലം, മാതള നാരങ്ങ, പേരയ്ക്ക, നെല്ലിക്ക, മുട്ടപ്പഴം, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, വെളുത്തുള്ളി തുടങ്ങിയ ഒരുപാട് ഇനം പഴം, പച്ചക്കറി ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് ഉള്ളിലായിട്ടുള്ള ഗ്രാമങ്ങളിലോട്ടൊക്കെ ആയിരിക്കും. നമുക്ക് എന്തായിരുന്നാലും കാണാൻ പറ്റുന്ന ഏരിയ വരെ നമുക്ക് പോയി നോക്കാം. ഈ പോകുന്ന റോഡിന് സൈഡിലായിട്ടാണ് നമുക്ക് മുനിയറ കാണാൻ പറ്റുന്നത്. നമുക്കതിപ്പോൾ നമ്മൾ ഇറങ്ങുന്നില്ല, നമ്മൾ തിരിച്ചു വരുന്ന സമയത്തായിരിക്കും മുനിയറ ഇറങ്ങുന്നത്. എന്തായിരുന്നാലും നമുക്ക് പോയതിന് ശേഷം കുറച്ചെങ്കിലും പച്ചക്കറി അല്ലെങ്കിൽ അതുപോലുള്ള ഐറ്റംസ് നട്ടിരിക്കുന്ന കൃഷിത്തോട്ടങ്ങൾ കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ്. ശർക്കര ഫാക്ടറി നമ്മൾ കണ്ടു. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഉദ്ദേശം ഇതുപോലുള്ള ഏതെങ്കിലും പച്ചക്കറി, പഴം തോട്ടങ്ങൾ കാണുക എന്നുള്ളതാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് മുനിയറം കൂടെ ഇറങ്ങാം. പോകുന്ന വഴി വളരെ മനോഹരമാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നല്ല വ്യൂ പോയിൻറ്റുകളാണ് ഓരോ സ്ഥലവും. നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാലും വളരെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻറ്റുകളാണ് കാണാൻ സാധിക്കുക. എന്തായാലും നമുക്ക് കാന്തല്ലൂരിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി നോക്കാം. വാങ്ങിക്കണ്ട, കാണാം. നമുക്ക് ക്യാരറ്റ്, വെളുത്തുള്ളി അതെല്ലാം കാണാം. ടിക്കറ്റ് ഇല്ല അവിടെ ടിക്കറ്റ് ഇല്ല. ഞാൻ പറയും, ഞാൻ പോകുമ്പോൾ ടിക്കറ്റ് ഇല്ല അവിടെ. അങ്ങനെ ആ ചേട്ടനെയും കൂട്ടി നമ്മൾ കൃഷിപ്പാടവും അതുപോലെ തന്നെ ആപ്പിൾ തോട്ടവും ഓറഞ്ച് തോട്ടവും ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ആഗ്രഹത്തോടു കൂടി നമ്മൾ ആ ചേട്ടനൂടെ വണ്ടി കയറി. അങ്ങനെ കുറച്ച് ദൂരം കൂടെ അകത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. കുറച്ചുകൂടെ നമ്മൾ ആ കാന്തല്ലൂർ കുറച്ചുകൂടെ അകത്തേക്ക്, അതായത് പാടങ്ങൾ, കൃഷിത്തോട്ടങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, നമ്മുടെ കേരള ട്രിപ്പിൽ നമ്മൾ ഓരോ ജില്ലയിലും ഓരോ പ്രത്യേകതകൾ നമ്മൾ കണ്ടുവരികയാണ്. ഇപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലാണുള്ളത്. ഇടുക്കി ജില്ലയിൽ മൂന്നാർ, കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ കാന്തല്ലൂർ ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൃഷിത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വെളുത്തുള്ളി, ഓക്കെ ഓക്കെ. ഇത് പുള്ളി പോയിട്ടുണ്ടല്ലേ, മല്ലി. ഓക്കെ ഓക്കെ, അത് മല്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ കാന്തല്ലൂരാണ് നിൽക്കുന്നത്. നമുക്ക് ഇന്ന് കൃഷിപ്പാടങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് വെളുത്തുള്ളിയും മല്ലിയാണ് ഈ നിൽക്കുന്നത്. ആ പൂവായിട്ട് നിൽക്കുന്നത് മല്ലിയും മറ്റേ അല്ലാണ്ട് നിൽക്കുന്നത് വെളുത്തുള്ളി. അപ്പോൾ ഇതിന് ഇങ്ങനെ കുറേ നട്ടിട്ടിട്ടുണ്ട് ഇവിടെ. കായ്. ഓക്കെ, ഏതാണ്? ബീൻസ്. ഓക്കെ, ഇത് ബീൻസ് ആണ് നട്ടിട്ടിരിക്കുന്നത്. ഈ സൈഡിൽ കൂടെ വരിക്കുള്ളത് ബീൻസ് ആണ്. നമ്മുടെ കൂടെ ഇവിടെ നിന്ന് തന്നെ കിട്ടിയ ഒരു മാവനും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. മാവനാണ് പറഞ്ഞു തരുന്നത്. തങ്കസ്വാമി എന്ന് പറയുന്ന ചേട്ടനാണ്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ചേട്ടൻ ആ ജംഗ്ഷനിൽ കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചേട്ടനെ പറഞ്ഞ് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കൃഷിപ്പാടങ്ങളെ കൊണ്ട് കാണിച്ചു തരും. 2 മാസമുണ്ട്. ഓക്കെ, വെളുത്തുള്ളി ഇത്. അപ്പോൾ നമ്മൾ വന്ന സീസണിൽ ഇപ്പോൾ വിളവെടുപ്പിൻ്റെ സമയമല്ല, എല്ലാം നട്ടിട്ടിരിക്കുകയാണ്. എന്തായാലും നട്ടിട്ടിരിക്കുന്നത് കാണാൻ പറ്റി. വെളുത്തുള്ളി, അതുപോലെ മല്ലി, ഉരുളക്കിഴങ്ങ്. ഇത് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളിയുടെ ഇലയാണിത്. ഇത് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഓരോ കടകളിൽ കെട്ടി വെളുത്തുള്ളി കെട്ടി ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നമ്മൾ അവിടുത്തെ പോലെ അല്ല, കെട്ടി ഓരോ കിഴിയായിട്ട് കടകളിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. ഇത് ഈ പാടത്തിന് നടുക്കിരിക്കുന്ന ഒരു വീടാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നമ്മൾ മുന്നിൽ അകത്തൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത് വെളുത്തുള്ളി പാടത്തിലെ കള പറിക്കുന്നത്. കൃഷിപ്പാടം കഴിഞ്ഞ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ആപ്പിൾ, ഓറഞ്ചൊക്കെ നിൽക്കുന്ന ഒരു തോട്ടത്തിലേക്കാണേ. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. തോട്ടത്തിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ടിക്കറ്റ് റേറ്റ് 20 രൂപ. 20 രൂപ ടിക്കറ്റ് റേറ്റാണ് ഉള്ളത്. നമ്മൾ കാന്തല്ലൂർ വന്നിട്ട് ആപ്പിളും സബർജല്ലി അങ്ങനെ തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങളും ഫലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തോട്ടമാണ്.
നമുക്ക് അകത്തോട്ട് പോയി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അകത്തോട്ട് പോയി അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. നമുക്ക് ഗൈഡുണ്ട് കൂടെ വരാൻ വേണ്ടിയിട്ട്. അകത്തോട്ട് പോയി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് സബർജല്ലിയാണ്. ഇത് ആപ്പിൾ മരമാണ്. ആപ്പിൾ. ഇത് സീതപ്പഴം. ഇത് ആപ്പിളാണ്. ആപ്പിള് ആപ്പിൾ മരമാണ് കാണിക്കുന്നത്. ആപ്പിൾ കാഴ്ച നിൽപ്പുണ്ട്. പച്ച ഗ്രീൻ ആപ്പിൾ. അതിനെക്കാട്ടി അടിപൊളി ഒരു സാധനം കാണിച്ചു അങ്ങോട്ട് നോക്കി. ഓക്കെ, സ്ട്രോബെറി തൈകൾ വാങ്ങിക്കാൻ കിട്ടും. 60 രൂപയാണ്. റോസാ ചെടി, മാതളം, പിന്നെ തുടങ്ങി കുറേ പൂക്കളുണ്ട്. വൈറ്റ് സപ്പോട്ട. അത് നമ്മൾ കണ്ടിട്ടുള്ള സാധനമല്ല. വൈറ്റ് സപ്പോട്ട സബർജല്ലി മരമാണ്. കായ്ച്ചു നിൽപ്പുണ്ട്. ഇത് ഓറഞ്ച് മരമാണ്. ഈ കാണുന്നത് ഓറഞ്ച് മരമാണ്. ഓറഞ്ച് മരങ്ങളാണ് ഇത് കാണുന്നത്. അപ്പുറത്തുണ്ട് ഓറഞ്ച് കാണാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. ഈ ഡാലിയ പൂക്കൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇഷ്ടം പോലെ പൂക്കൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഉണ്ട്. പക്ഷെ ഇത്ര ഗെറ്റായിട്ട് ഇത്ര ഇതായിട്ട് നമ്മളവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. പറിച്ചെടുക്കല്ലേ? അല്ല, കൈയുടെ കൈ നിറഞ്ഞു നിൽക്കുന്നത്. സൂപ്പർ. മരത്തക്കാളി നമ്മൾ അന്നൊരിക്കൽ വാങ്ങുകയാണ് ചെയ്തല്ലേ. മരത്തക്കാളിയുടെ മരമാണ് ഇരിക്കുന്നത്. സബർജല്ലി. മാതളം കായായിട്ട് നിൽപ്പുണ്ട്. അത് അപ്പുറത്തുണ്ട്. മാതളം തോക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഇഷ്ടം പോലെ നിറച്ച് നിൽക്കുന്നുണ്ട്. ആപ്പിളും അതുപോലെ ഉണ്ട്. ഇതാണ്ടേ ആപ്പിളുണ്ട്. ഓക്കെ. ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ താഴത്ത് കാണിക്കുന്നുണ്ട്. ആപ്പിള് നല്ല സുന്ദരിയായിട്ടുള്ള ആപ്പിളാണ്. നല്ല ഭംഗിയുണ്ട്. ആപ്പിള് മരങ്ങളെല്ലാം നെറ്റിട്ട് അവർ സേഫായിട്ട് നടത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് തന്നെ കാണാം. ആപ്പിള് കാഴ്ച നിൽപ്പുണ്ട്. അവിടെ ഗ്രീൻ ആപ്പിളും അല്ലാതെ ചുവപ്പ് ആപ്പിളും എല്ലാ ആപ്പിളും ഉണ്ട്. ഇത് ഓറഞ്ച് മരമാണ്. ഇതുപോലെ നിൽക്കുന്ന ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അവിടെ ഒരു ആപ്പിൾ മരം, അത് മൂടിയിട്ടില്ല, അതറിയില്ല. അപ്പോൾ ഇത് ഓറഞ്ച്, മാതളം, പിന്നെ ഡാലിയ പൂക്കൾ നല്ല വലിപ്പത്തിനുണ്ട്. സബർജല്ലി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ മറ്റേത് പറഞ്ഞ് എന്തോ തക്കാളി, മരത്തക്കാളി എന്ന് പറഞ്ഞ ഒരു സൈസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഫ്രൂട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ എപ്പോഴോ ഒരിക്കൽ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റൊക്കെ മറന്നു വരും. നമുക്ക് പേര ഇതിനകത്തുണ്ട്. ഇത് പ്ലംസിൻ്റെ മരമാണ്. പ്ലംസ് ഉണ്ടാകുന്നതിൻ്റെ ഇല കാണിച്ചു തരാം. നമുക്കിതൊക്കെ വെറൈറ്റി ആയിരിക്കുമല്ലോ. ഇതാണ് പ്ലംസിൻ്റെ ഇല വരുന്നത്. ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണുന്നില്ല. അപ്പോൾ നല്ല അറേഞ്ച്മെൻറ്റ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൂസമ്പി ഇരിക്കുന്നു. മൂസമ്പി, അതുപോലെ പേര നിറച്ച് പുറ്റിനെ ഉണ്ട്, നിറച്ചാണ്. ആപ്പിൾ, സബർനെല്ലി. ഓക്കെ, അത്ര മതി. അത്രയൊക്കെ മതി. മാങ്ങ അല്ല, അത് ഓറഞ്ച്. ഓറഞ്ച്. ഇത് സീതാപ്പഴം. വലിയ പാടമാണ്. അങ്ങ് താഴോട്ടൊക്കെ ഒരുപാട് ഓറഞ്ച് മരങ്ങൾ നിൽപ്പുണ്ട്. ഇത് പ്ലംസ്, എന്താണ് സബർനെല്ലി, ആപ്പിള് തുടങ്ങിയ ഫലങ്ങളുള്ള ഒരു അടിപൊളി തോട്ടം. അത് നമ്മൾ വേറെ പല തോട്ടങ്ങളിൽ പോയിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ അറേഞ്ച്മെൻറ്റ്സ് ആയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്തേക്കണായിട്ട് തോന്നി കേട്ടോ. നല്ല നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. സബർനെല്ലി എത്ര രൂപ കിലോ? കാസർഗോഡ്. ആപ്പിള്, സബർജല്ലി, ഓറഞ്ച് തുടങ്ങിയ മരങ്ങളുടെ അല്ലെങ്കിൽ പാടത്തിൻ്റെ അല്ലെങ്കിൽ കൃഷിപ്പാടം അല്ല കൃഷിത്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഇറങ്ങാണ്. ഓക്കെ. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനൽ ഓൾ കേരള ട്രിപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകൾ ഉടൻ എപ്പിസോഡുകൾ വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.